തട്ടിപ്പ് വാർത്തയിലേക്കാണ് പോകുന്നത്. ചില്ലറ തട്ടിപ്പൊന്നുമല്ല നടന്നത്, വൻ തട്ടിപ്പാണ്. മെസ്സി ആരാധകരെ, അർജന്റീന ആരാധകരെ ഒക്കെ ലോകകപ്പിന് മുമ്പ് അങ്ങ് മുൾമുനയിൽ നിർത്തിയ നിമിഷമായിരുന്നു. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്നുള്ള ലേലം വിളിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സ്പോൺസറേയും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെല്ലാം അവസാനം വെള്ളത്തിൽ വരച്ച വര പോലെയായി പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിനപ്പുറം വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടിയാണ് ഈ പ്രഭാതത്തിൽ പുറത്തുവരുന്നത്. മെസ്സിയുടെ പേരിൽ നടന്നത് വൻ കബളിപ്പിക്കലാണ്. കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന പേരിൽ നടന്നത് കോടികളുടെ തട്ടിപ്പ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ കൊടുത്തതിന് രേഖകളില്ല. സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിട്ടതിനും തെളിവില്ല. സൌഹൃദ മത്സരം പ്രഖ്യാപിച്ചത് അർജന്റീന ടീം അറിയാതെയാണെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ നാണയച്ചട്ടം, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ടെൻഡറില്ലാതെ ഏകപക്ഷീയമായാണ് സ്പോൺസറെ തിരഞ്ഞെടുത്തത്. മെസ്സിയെ കൊണ്ടുവരാൻ സാമ്പത്തിക സഹായം നൽകാമെന്ന് കാണിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോഡ് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനം സർക്കാരിന് 2023 ജൂലൈയിൽ അങ്ങോട്ട് കത്തയച്ചതായിരുന്നുവെന്നും വ്യക്തമായി.